ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 നടന്ന ഐഫോൺ 17 സീരീസ് ലോഞ്ച് ഇവന്റിനെ കുറിച്ച് ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് നമ്മൾ പലരും കേട്ടിട്ടുള്ളത്. അതായത് ചിലർ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ലോഞ്ച് ഇവന്റ് ആണ്, മറ്റു ചിലർ പറഞ്ഞ് നിരാശപ്പെടുത്തിയ ലോഞ്ച് ഇവന്റ് ആണെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 വർഷത്തെ ലോഞ്ച് ഇവന്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്തവണ ഇറങ്ങിയിട്ടുള്ള ഐഫോൺ 17 സീരീസിൽ കാര്യമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നത് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുമ്പ് പ്രവാസ ലോകത്ത് നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയാവുന്നതാണ്. ചോദ്യം ഇതാണ്: നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ ഇറങ്ങുന്ന ഐഫോൺ 17 സീരീസിൽ ഈ സിം കാർഡ് മാത്രമാണോ സപ്പോർട്ട് ആവുക എന്നത്. ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് വേർഷൻ, അതായത് ഒഫീഷ്യലായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺ, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ബോക്സിന് പിറകിൽ അറബി എഴുത്തുള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിൽ ഈ സിം കാർഡ് മാത്രമേ സപ്പോർട്ട് ആവുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഇന്ത്യയിലൊക്കെ ഇറങ്ങുന്ന സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിൽ ഈ സിം കാർഡും ഒരു ഫിസിക്കൽ സിം കാർഡ് കൂടി സപ്പോർട്ട് ആവുന്നതാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിം കാർഡ് മാത്രമുള്ള സ്മാർട്ട് ഫോണിൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ സിം കാർഡ് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് ലഭിക്കും. അതായത് ചില സ്മാർട്ട് ഫോണിൽ 80 mAh ചേഞ്ചസ് കാണാൻ സാധിച്ചിട്ടുണ്ട്, ചിലതിൽ 200 സംതിങ് mAh ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ സിം കാർഡ് മാത്രം സപ്പോർട്ടുള്ളതിൽ കുറച്ചും കൂടി ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അതേസമയം തന്നെ അതിന് വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഈ സിം കാർഡ് മാത്രമുള്ള സ്മാർട്ട് ഫോൺ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ഫിസിക്കലായിട്ട് സിം കാർഡ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ സിം കാർഡ് സപ്പോർട്ട് അല്ലാത്ത മറ്റൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ആ ഒരു സിം കാർഡ് ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഒഫീഷ്യലായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇറങ്ങുന്ന ആ ഒരു അറബിക് സ്റ്റോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതല്ലാതെ തന്നെ USA-യുടെയും അതുപോലെ തന്നെ ജപ്പാൻ്റെതും അല്ലെങ്കിൽ ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഹോങ്കോങ്ങിൻ്റെ ഒക്കെ പല വേരിയൻ്റ് സ്മാർട്ട് ഫോണും ഐഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഐഫോൺ 17 സീരീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ സിം കാർഡ് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കടക്കാരനോട് ചോദിച്ച് വാങ്ങുക എന്നതാണ്. അല്ലാതെ സാധാരണ രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു അറബിക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫിസിക്കൽ സിം കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുകയില്ല. ഐഫോൺ 16 സീരീസ് വരെ ഉൾപ്പെടുത്താത്തതും 17 സീരീസിൽ ഉൾപ്പെടുത്തിയുള്ള ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മളിത് പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ദയവ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് പണ്ടേ വിട്ടതാണ് അല്ലെങ്കിൽ ആ ഒരു സീൻ പണ്ടേ കഴിഞ്ഞതാണെന്നുള്ള രീതിയിലുള്ള കമൻറ്റ് പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ അടിക്കരുത്. ഇതൊക്കെ കഴിഞ്ഞതാണ് എനിക്കറിയാം, പക്ഷെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. എനിവേ, ഇത്രയും കാലം 16 ആയിക്കോട്ടെ അല്ലെങ്കിൽ 15 ആയിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു ഡിസ്പ്ലേയിൽ കണ്ടിരുന്നെങ്കിൽ ഇനി മുതൽ ആ ഒരു വിവേചനം കൊടുക്കുന്നതല്ല. 17 സീരീസിലെ എല്ലാ സ്മാർട്ട് ഫോണിലും 120 ഹെർട്സിൻ്റെ പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് LTPO പാനലാണ്. 1 ഹെർട്സ് മുതൽ 120 ഹെർട്സിൻ്റെ ആ ഒരു സ്മൂത്ത് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണിലും ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ എന്നുള്ള രീതിയിലാണ് നമുക്ക് ആക്കിയ. അതവിടെ നിൽക്കട്ടെ. മറ്റെടുത്ത് പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് മോഡ് കൊടുത്തു എന്നതാണ്. എനിക്കറിയാം, നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ നട്ടുച്ച സമയത്തൊക്കെ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണും കൊണ്ട് പുറത്ത് പോയാൽ എനിക്ക് തന്നെ അറിയാം ശരിക്കും ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഡിസ്പ്ലേ ഒരു ഇത്തിരി ചൂടാവുക കൂടി ചെയ്താൽ ഡിമ്മാകുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു പോരായ്മ ഇനി എന്തായാലും ഉണ്ടാവില്ല എന്ന് കരുതുന്നത്. അതായത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നട്ടുച്ചയ്ക്ക് പോയാലും അത്യാവശ്യം ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് ഏറ്റവും ഒരു ചേഞ്ചസ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇത്രയും കാലം നമുക്ക് ഐഫോണിൽ 20 വാട്ടായിരുന്നു മാക്സിമം ചാർജിങ് സപ്പോർട്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് 40 വാട്ട് എബോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് സൈറ്റിലൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ ഒരു എബോ ഒരുപക്ഷെ 60 വാട്ടാവും അല്ലെങ്കിൽ 66 വാട്ടാവും, എന്തായാലും 40 വാട്ട് സപ്പോർട്ടാവും എന്നത് ഷുവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു 17 സീരീസിലെ സ്മാർട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തി എന്നതാണ്. ഇത്രയും കാലത്ത് ഐഫോണിൽ യാതൊരു തരത്തിലുള്ള കൂളിംഗ് ടെക്നോളജിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ, സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് 14 Pro ആണ്. ഇതിൽ കുറച്ച് നേരം നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നല്ല ഫുൾ ബ്രൈറ്റ്നസ്സിലൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ നല്ല രീതിയിൽ ഡിമ്മാവും. അത് നമ്മുടെ ആ ഒരു ഗെയിം പ്ലേയിൽ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും നമ്മൾ ഉഷാറായിട്ട് കളിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ബ്രൈറ്റ്നസ് ഒറ്റയടിക്ക് കുറയുന്നുണ്ടാവുക. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിൽ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാലത്ത് ഐഫോണിലൊക്കെ കാണാൻ സാധിച്ചു. പലരും ഇത് തുറന്ന് പറയില്ല എന്നത് വേറൊരു സത്യം. എന്തായാലും വേഗില്ല. ഈ പറഞ്ഞിട്ടുള്ള വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ബ്രൈറ്റ്നസ് പെട്ടെന്ന് ഡിമ്മാവുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ
മികച്ച രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ബെറ്റർ ആയിട്ട് ആസ്വദിക്കാനാവുമെന്നും കൂടി പ്രതീക്ഷിക്കാം. നാലാമത്തെ പ്രധാന വ്യത്യാസം ക്യാമറയിലാണ്. 17 സീരീസിലെ എല്ലാ റിയർ ക്യാമറയിലും 48 മെഗാ പിക്സലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാലം 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിരുന്നെങ്കിൽ ഇത്തവണ 18 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും സ്ക്വയർ സെൻസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫി ക്യാമറയിൽ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ സെൽഫി ഫോട്ടോസും വീഡിയോസും ഇത്തരത്തിൽ പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ള രീതിയിലാണ് എടുക്കാറുള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു 17 സീരീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ പോർട്രേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും സെൽഫിയിൽ എടുക്കാൻ സാധിക്കും. ഇതേ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡൽ, അതായത് ഈ ഒരു മോഡിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ സിംഗിളായിട്ട് ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അതേ സ്ഥാനത്ത് 3, 4, 5 ആൾക്കാരുള്ള സമയത്ത് നമ്മൾ ഈ ഫോൺ ഇത്തരത്തിൽ ക്യാമറ ചെരിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറിക്കൊണ്ട് ഗ്രൂപ്പ് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അതൊരു കിടിലൻ ഫീച്ചറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നീട് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രോ സീരീസിലാണ്. അതായത് 17 പ്രോയിലും 17 പ്രോ മാക്സിലും നമുക്ക് ProRes റോ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ആപ്പിളിൻ്റെ ലോ 2 വേർഷനിൽ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ വലിയ കളേഴ്സും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ പ്രൊഫഷണലായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ലോഗ് മോഡിൽ നമുക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി വീഡിയോസ് ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയറോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കളർ കറക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തതുകൊണ്ട് നല്ല കിഡിലനായിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. സാധാരണ രീതിയിൽ ഐഫോണിൻ്റെ ആ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് നിലവിൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനും ഈ ഒരു സമയം വരെ തകർക്കാൻ പറ്റിയിട്ടില്ല എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 17 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സിൽ എടുക്കുന്ന വീഡിയോഗ്രാഫിയൊക്കെ ശരിക്കും വേറെ ലെവലാകുമ്പോൾ തന്നെയാണ് പ്രതീക്ഷ. എനിവേ ഓവറോൾ ഇതൊക്കെയാണ് നമുക്കൊരു പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇനി 16 സീരീസ് യൂസർ 17 സീരീസിലേക്ക് മാറേണ്ടതുണ്ടോ എന്നുള്ള ചിലർക്കെങ്കിലും സംശയമുള്ള കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ 16 സീരീസിൽ നിന്ന് 17 സീരീസിലേക്ക് മാറാവുന്നതാണ്. കാരണം അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ ഒരു 3, 4, 5 മാസം കഴിഞ്ഞ് ഇത്തിരി പ്രൈസ് ഒന്ന് ഡ്രോപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല 15 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള സീരീസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടൻ തന്നെ മാറാവുന്നതാണ്. കാരണം അത്രയും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ആ ഒരു 15 അല്ലെങ്കിൽ ആ ഒരു താഴെയുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് 17 സീരീസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു 17 സീരീസിനെ കുറിച്ചുള്ള പേഴ്സണൽ ഒപ്പീനിയന് ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണ എന്തായാലും 17 സീരീസ് ഒരു കലക്കുമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സെയ്ദ് ഇർഷാദ്.